വെടിയൊച്ചകളും മിസൈലുകളും മാത്രമായിരുന്ന യുദ്ധം ഇപ്പോൾ ലോകത്തിന്റെ ഊർജ്ജ സ്രോതസ്സുകളെ തന്നെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാനുമായിട്ടുള്ള സംയുക്ത വാതകപ്പാടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കടുത്ത താക്കീതുമായി ഖത്തർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇറാനും ഖത്തറും പങ്കിടുന്ന പ്രകൃതിവാതക പാടമായിട്ടുള്ള സൗത്ത് പാഴ്സിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. വാതകപ്പാടത്തിന്റെ ഇറാന്റെ ഭാഗത്താണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് അവിടെ വലിയ തീപിടുത്തവും ഉണ്ടായി. ഈ സംഭവത്തിൽ ഇസ്രയേലിനെ നേരിട്ട് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് ഇസ്രയേലിനെ ഈ നടപടിയെ നിശിതമായി വിമർശിച്ചത്. മേഖലയിൽ ഇതിനകം തന്നെ കടുത്ത സൈനിക പ്രകോപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലുണ്ടായ ഈ ആക്രമണവും വളരെ അപകടകരവും തികച്ചും നിരുത്തരവാദപരവുമായ നടപടിയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുതയും ഏറ്റുമുട്ടലുകളും ഒക്കെ പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറം ഇത്തരം നിർണായകമായിട്ടുള്ള ലോകത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നത് യുദ്ധത്തിന്റെ രീതി തന്നെ മാറിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാതകപ്പാടങ്ങളിൽ ഒന്നാണ് സൗത്ത് പാഴ്സ്. അങ്ങനെ ഒരു തന്ത്രപ്രധാനമായ മേഖലയിലുണ്ടായ ആക്രമണം ഇറാന് മാത്രമല്ല നഷ്ടമുണ്ടാക്കുന്നത്, ആ വാതകപ്പാടം പങ്കിടുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സുരക്ഷയും അത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇസ്രയേൽ കടന്നത് ആ വലിയ ചുവപ്പ് വരെയാണ്. ഇവിടെയാണ് യഥാർത്ഥ പ്രതിസന്ധി ഇനിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ്. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം മേഖലയിലെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഇത് വൻ ആഘാതമുണ്ടാക്കും. ഇന്ത്യ അടക്കം ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ധനത്തിനായി ആശ്രയിക്കുന്നത് ഗൾഫ് മേഖലയാണ്. ഇത്തരം സുപ്രധാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ പാചകവാതക വില കുതിച്ചുയരും. അത് ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഇനിയിപ്പോൾ ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നെങ്കിലും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെയാണ് അത് സഹിക്കേണ്ടത്. ഇത്തരം പ്രധാനപ്പെട്ട സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നത് ഒഴിവാക്കണമെന്ന് ഖത്തർ ആവർത്തിച്ച് ഊന്നി പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നുമാണ് ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്ന രീതിയിൽ ഈ സംഘർഷം ലഘൂകരിക്കാൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. എന്നാൽ ഖത്തറിന്റെ ഈ താക്കീത് ഇസ്രയേൽ എങ്ങനെ മുഖവിലേക്ക് എടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. വരും നാളുകളിൽ പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനം. എന്തായാലും ഇറാൻ ഇതിനോടകം തന്നെ പശ്ചിമേഷ്യയിൽ ആക്രമിച്ചു കഴിഞ്ഞു. അവരുടെ അടിസ്ഥാന കേന്ദ്രങ്ങളിൽ ഒരു പ്രാദേശിക യുദ്ധം ആഗോള ദുരന്തമായി മാറാൻ അധികം സമയം വേണ്ട എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ ഇത് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.